ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുക്കളത്തോട്ടത്തിലെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത മത്തൻ്റെ നല്ല ഫ്രഷ് തളിരിലകളും വിളവെടുക്കാൻ പോവുകയാണ്. രാസവളങ്ങൾ ഒന്നുമില്ലാതെ പൂർണ്ണമായും ജൈവ രീതിയിൽ വളർത്തിയെടുത്തതാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലോട്ട് കടന്നാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മത്തൻ്റെ ഇലകൾ വിളവെടുക്കാം. മത്തൻ്റെ വള്ളിയുടെ അറ്റത്തുള്ള നല്ല തളിരിലകളും കടുപ്പമില്ലാത്ത ഇലകളുമാണ് പറിച്ചെടുക്കേണ്ടത്. വളരെ മൂത്ത ഇലകൾ കറി വെക്കാൻ നല്ലതല്ല എന്നാണ് പറയാറ്. കൈകൊണ്ട് ഒടിച്ചെടുക്കാവുന്ന പാകത്തിലുള്ളവ മാത്രം എടുക്കുക. നിങ്ങളൊക്കെ വീട്ടിൽ മത്തൻ നട്ടിട്ടുണ്ടോ? മത്തങ്ങ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഇലകൾ കറി വെക്കാൻ ഉപയോഗിക്കാം കേട്ടോ. മത്തൻ ഇലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ആയിരിക്കും. മത്തൻ ഇലയുടെ ആരോഗ്യ ഗുണങ്ങൾ: മത്തൻ ഇല വിറ്റാമിൻ എ, സി, ഇരുമ്പ്, അയൺ എന്നിവയാൽ സമ്പന്നമാണ്. അതുപോലെ പ്രതിരോധശേഷി കൂട്ടാനും ഇത് നല്ലതാണ്. തോരൻ വെക്കാനും പരിപ്പ് ചേർത്ത് കറി വെക്കാനും ചെറുപയർ കൂട്ടി വെക്കാനും ഇത് അത്യുത്തമമാണ്. അതുപോലെ ഈ മത്തൻ്റെ തലപ്പ് ഇങ്ങനെ നുള്ളിക്കൊടുക്കുന്നത് വള്ളി കൂടുതൽ ശാഖകളായി വളരാനും കൂടുതൽ മത്തങ്ങ ഉണ്ടാകാനും സഹായിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മത്തൻ ഇല കൊണ്ട് തോരനും അതുപോലെ താളിപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളായാലും ഇലകളായാലും ഒക്കെ നമുക്കിതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ നോക്കൂ, ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പിൽ എത്രയോ നല്ല ഫ്രഷ് മത്തൻ ഇലകളാണ് കിട്ടിയത്. ഇന്നത്തെ കറിക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളും വീട്ടിൽ മത്തൻ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു കൃഷി കാഴ്ചയുമായി വീണ്ടും കാണാം.